ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മൾ ഓരോരുത്തരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും നോമ്പുകാല ചിന്തകളിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് സുവിശേഷത്തിലുള്ള വിശുദ്ധ മർക്കോസിന്റെ 6-ാം അധ്യായത്തിലെ 34-37 തിരുവചനം വാക്യം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടും പിറ്റും പോലെ തോന്നി. അതിനൊടിയിൽ 37 പറയുന്നു: നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയും അവൻ അവരോട് പറഞ്ഞു. അതായത് ശിഷ്യന്മാരോട് പറഞ്ഞു. കല്ലുകളെ അപ്പമാക്കാൻ വിസമ്മതിച്ച യേശുവിന് വിശന്നു വലഞ്ഞ ജനത്തോട് അനുകമ്പ തോന്നി. അത്ഭുതകരമായി അപ്പം വർദ്ധിപ്പിച്ച് ആയിരങ്ങളുടെ അടപ്പിച്ചു, അല്ലെങ്കിൽ വിശപ്പ് മാറ്റി. 4 സുവിശേഷന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക അത്ഭുതം ഇതാണ്. അപ്പത്തെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ പഠനങ്ങളിൽ സുപ്രധാനമായ ഒന്നാണ് യേശുവിൻ്റെ അത്ഭുതങ്ങളിൽ ഈ വ്യക്തമായിട്ട് 4 സുവിശേഷകരും വരച്ച് കാണിച്ചിട്ടുള്ളത്. യേശുവിൻ്റെ അനുകമ്പയിലാണ് തുടക്കം. ഇടയനില്ലാത്ത ആട്ടിൻപറ്റം എന്ന് സുവിശേഷകൻ ജനക്കൂട്ടത്തിൽ നൽകുന്ന വിശേഷണം വളരെയധികം നമുക്ക് ശ്രദ്ധ ആകർഷിക്കാൻ സാധിക്കും. നേതാക്കന്മാരാണ് ഇടയന്മാരെന്ന് പറയുന്നത്. പുരോഹിതര്, ലേവായര്, ഫരിസേയര്, നിയമജ്ഞര്, സദുക്കാര്, പിന്നെ രാഷ്ട്രീയ നേതാക്കളായ ഹെരോദോസ് പക്ഷക്കാരും അന്ന് യേശുവിനെ കാത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ ഇടയന്മാർ തങ്ങളെ തന്നെ പോറ്റാനല്ലാതെ ജനക്കൂട്ടത്തിന് ആവശ്യമായത് നൽകാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെയാണ് നല്ല ഇടയൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച യേശുവിൻ്റെ പ്രത്യേകത വെളിവാകുന്നത്. കരുണ, അനുകമ്പ. പ്രലോഭകൻ മുന്നോട്ട് വെച്ച അത്ഭുതമല്ല, തൻ്റെ ദൈവപുത്രത്വം തെളിയിക്കാനുള്ള അടയാളവുമല്ല ഇവിടെ പ്രേരകശക്തി, മറിച്ച് വിശക്കുന്നവരോടുള്ള അനുകമ്പ. കല്ലുകൾ ധാരാളമുള്ള സ്ഥലത്താണ് ജനക്കൂട്ടം ഇരിക്കുന്നത്. നമുക്കറിയാം, മലയിലെ പ്രസംഗം എല്ലാം നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, അങ്ങനെയുള്ള സാഹചര്യത്തിലും അവിടേക്കാണ് യേശു കടന്നു നിന്ന് അവൻ സുവിശേഷത്തെ, സ്വർഗരാജ്യത്തെക്കുറിച്ചൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കല്ലുകളെ അപ്പമാക്കുന്ന മാന്ത്രിക വിധിയല്ല യേശു പ്രയോഗിക്കുന്നത്. എളുപ്പമാർഗത്തിൽ അപ്പം സമ്പാദിക്കാൻ അവ പഠിപ്പിക്കുന്നുമില്ല, മറിച്ച് ആഹാരം കൊടുക്കുകയും വേണം. അത് ശിഷ്യരുടെ കടമയാണ്. 5 അപ്പവും 2 മീനും മാത്രമുള്ള അവർ എങ്ങനെ ആയിരങ്ങൾക്ക് ഭക്ഷണം നൽകും? ഇവിടെയാണ് നിർണായകമായ ദൈവികമായ ഒരു ഇടപെടൽ കടന്നു വരുന്നത്. ഉള്ളത് കൊണ്ട് അവൻ പറയാണ്, ഉള്ളത് കൊണ്ട് കൊണ്ടുവരിക. ആശീർവദിച്ച് മുറിച്ചു നൽകിയ അപ്പം എപ്പോഴും അറിയില്ല പെരുകി. അവരുടെ കുട്ടകൾ അപ്പം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. അവസാനം 12 പേർക്കും ഓരോ കുട്ട നിറയെ ബാലൻസും കിട്ടി. ഒന്നും മാറ്റിവെക്കാതെ ഉള്ളത് മുഴുവൻ പങ്കുവെക്കാനുള്ള ആഹ്വാനമാണ് അപ്പത്തിൻ്റെ പ്രമേയത്തിലൂടെ നൽകുന്ന മറ്റൊരു പാഠം. അധ്വാനിച്ച് അപ്പം ഉൽപ്പാദിപ്പിക്കണം, എന്നാൽ എൻ്റേത് എന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെക്കാതെ വിശക്കുന്നവരുമായി പങ്കുവെക്കാൻ തയ്യാറാകണം. ആദ്യമേ ക്രൈസ്തവ സമൂഹം ചെയ്തതുപോലെ. അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിൽ 3:43 4:32 34 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കിത് കാണാൻ സാധിക്കും. ആദ്യമേ ക്രൈസ്തവർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്. കല്ലുകൾ അപ്പമാക്കുന്ന ജ്വാലവിധിയല്ല, അധ്വാനിച്ചും പങ്കുവെച്ചും പ്രകടമാക്കുന്ന ദൈവാശ്രയ ബോധവും സഹോദര സ്നേഹവുമാണ് ആവശ്യമെന്ന് തിരുവചനത്തിലൂടെ യേശു പഠിപ്പിച്ചെടുക്കുകയായിരുന്നു. ഈ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു ബോധ്യം ഈ നോമ്പ് കാലത്തിൽ നമുക്ക് അങ്ങനെ ഒരു ബോധ്യം തമ്പുരാൻ കർത്താവ് തരട്ടെ. നമുക്കതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ വിട്ടുകൊടുക്കാം. പങ്കുവയ്ക്കാനുള്ളൊരു മനോഭാവം നമുക്ക് ഉണ്ടാവട്ടെ. കാരണം നമ്മൾ ദൈവം തരുന്ന അപ്പം, അല്ലെങ്കിൽ ദൈവം ഭക്ഷിക്കാൻ തരുന്നത് കൊട്ടകൾ നിറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് ഈ നോമ്പ് കാലത്തിൻ്റെ ഒരു ആഹ്വാനമായിട്ട്, ഒരു ചിന്തയായിട്ട് നമുക്ക് ഇതിനെ ഏറ്റെടുക്കാം. നമുക്കെല്ലാവർക്കും ദൈവത്തിന് നമ്മൾ തന്നെ വിട്ടുകൊടുക്കാം. യേശുവേ കർത്താവേ, അങ്ങ് ഞങ്ങൾ വചനത്തിലൂടെ അപ്പത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കാനുള്ള ഒരു ആഹ്വാനം തന്നല്ലോ നാഥാ. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത് ഞങ്ങളെ തന്നെ പോലും സ്വന്തമല്ല, ഞങ്ങൾ പങ്കുവെച്ചു കൊടുക്കേണ്ടവരാണെന്നുള്ള ബോധ്യം തിരുവചനത്തിലൂടെ നൽകുന്നതിനും അതിനുവേണ്ടി ഞങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളെ ഓരോരുത്തരെയും
അങ്ങ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.